നീണ്ട നാളായുള്ള KPCC പ്രസിഡന്റ് എന്ന പദത്തിന് അവസാനമായി. സണ്ണി ജോസഫിനെ ആ സ്ഥാനത്ത് അവരോധിച്ചു. എന്നാൽ അതേ സമയത്ത് പുറത്താക്കപ്പെട്ട സുധാകരനെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ കേരളം മറക്കില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി എത്രയോ കാലം പ്രയത്നിച്ച അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയവുമുള്ള ഒരു നേതാവിനെ യുവനേതാക്കൾക്ക് വേണ്ടി മൂലക്കിരുത്തിയത് ന്യൂജൻ നേതാക്കന്മാരുടെ മുന്നിലും അവരുടെ കുതന്ത്രത്തിനു മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വൻമരം കടപുഴകി വീണു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതാദ്യമല്ല കോൺഗ്രസുകാർ മുതിർന്ന നേതാക്കന്മാരെ മൂലക്കിരുത്തിയും ചവിട്ടി പുറത്താക്കിയും അപമാനിച്ചിറക്കി വിട്ടും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് സിംഹാസനങ്ങൾ ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. അതിന്റെ തുടർക്കഥയിലെ അവസാന കഥയായി സുധാകരനും മാറി. ഇക്കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനുള്ളിൽ ഹൈക്കമാൻഡും ഗ്രൂപ്പുകാരും ചേർന്ന് അപമാനിച്ചിറക്കി വിട്ടത് 9 KPCC പ്രസിഡന്റുമാരെയാണ്. 2001 തെന്നലി ബാലകൃഷ്ണപിള്ളയിൽ തുടങ്ങിയ ചരിത്രം ഇപ്പോൾ സുധാകരനിൽ എത്തി നിൽക്കുന്നു. കേമന്മാരായി അവതരിപ്പിച്ച് ആഘോഷപൂർവ്വം പ്രതിഷ്ഠിച്ചവരെയാണ് പിന്നീട് പരാജയപ്പെട്ടവരായി ചിത്രീകരിച്ച് പുറത്തിറക്കി വിടുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ളയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റും സർവാദരണീയരായ നേതാക്കളെന്ന വിശേഷണത്തിലാണ് KPCC പ്രസിഡന്റുമാരായത്. എന്നാൽ ഇവരെ ഒഴിവാക്കിയതിന്റെ കാരണം പോലും വെളിപ്പെടുത്തിയില്ല. തെന്നല ബാലകൃഷ്ണപിള്ളയെ 2001 പുറത്താക്കിയത് UDF നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയാണ്. തിരഞ്ഞെടുപ്പിൽ നയിച്ചതിന് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ലെന്ന പരാതി വന്നു. 2001 KPCC പ്രസിഡന്റായ മുരളീധരനെ രൂക്ഷമായ ഗ്രൂപ്പ് യുദ്ധം പരിഹരിക്കാൻ 2004 വൈദ്യുതി മന്ത്രിയാക്കി. എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു മുരളീധരൻ നാണം കിട്ടും. വടക്കാഞ്ചേരിയിൽ UDF സിറ്റിംഗ് സീറ്റിലാണ് അന്ന് മുരളീധരൻ പരാജയപ്പെട്ടത്. പിന്നീട് വന്ന PP തങ്കച്ചനും തെന്നലയും നിഷ്പ്രഭരായി പടിയിറങ്ങി. 2005 മുതൽ 2014 വരെ പ്രസിഡന്റായി പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകി ഒഴിവാക്കി. തുടർന്ന് ഹൈക്കമാൻഡ് നിയോഗിച്ച VM സുധീരനെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം ശക്തമായതോടെ പുറത്താക്കി. ഇടക്കാല അധ്യക്ഷനായി MM ഹസൻ വന്നു. ഡൽഹിയിൽ നിന്നെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു അടുത്ത ഊഴം. എന്നാൽ മുല്ലപ്പള്ളിയെ അപ്രതീക്ഷിതമായി പുറത്താക്കി. 2021 സുധാകരനെ നിയമിച്ചു. കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ പുറത്താക്കുമെന്നും വീമ്പ് പറഞ്ഞ സുധാകരനെ ആദ്യമൊക്കെ UDF പത്രങ്ങൾ തോളിലേറ്റി. എന്നാൽ ഹൈക്കമാൻഡിന്റെയും ഗ്രൂപ്പ് നേതാക്കളുടെയും ഓപ്പറേഷനിൽ സുധാകരനും വീണു. ഒടുവിൽ തനിക്ക് പ്രിയപ്പെട്ട ഒരാളെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിന്റെ ചെറിയ ഒരു കൃതാർത്ഥതയെങ്കിലും ബാക്കിയാക്കി സുധാകരനും തന്റെ ഇക്കഴിഞ്ഞ നാളുകളിലെ മുഴുവൻ പ്രയത്നത്തിനും യാതൊരു ഫലവും ലഭിക്കാതെ വെറും കൈയോടെ കോൺഗ്രസ് പാർട്ടിയുടെ അമരത്തു നിന്ന് പടിയിറങ്ങും. ഇനി ഭരിക്കുക യുവ നേതാക്കന്മാരാണ്. അവരുടെ വാക്കുകൾക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ട ഗതികേടിലേക്ക് ഓരോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെയും ഒടുവിൽ എത്തിക്കുകയാണ്. യുവ നേതാക്കന്മാരുടെ അകമഴിഞ്ഞ സന്തോഷവും ആഹ്ലാദ പ്രകടനവും കണ്ടാൽ തന്നെ അറിയാം ഇനി ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നും നിങ്ങൾ വെറും നിറം മങ്ങിയ പട്ടങ്ങളായി മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വരുമെന്ന്. ഇത്രയും കാലം കേരളത്തിലെ കോൺഗ്രസുകാർ തുടർന്ന് വന്ന ചവിട്ടി പുറത്താക്കൽ നാടകത്തിന്റെ അവസാന ആണിയടിച്ചത് സുധാകരൻ എന്ന കേരള കോൺഗ്രസിലെ മികച്ച നേതാവിന്റെ കസേരയ്ക്ക് തന്നെയായിരുന്നു.